ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെയുള്ള എല്ലാ മനുഷ്യർക്കും 10 മുഖങ്ങളുള്ള രാവണന്മാരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾ എന്നെ കാണുന്നു, അല്ലെങ്കിൽ ഞാനൊരാളെ കാണുന്നു. അപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു അവരെക്കുറിച്ചുള്ളൊരു പ്രത്യേക സ്വഭാവം മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മളിൽ എല്ലാവരിലും പല മുഖങ്ങളുണ്ട്, പല സ്വഭാവമുണ്ട്, പല രീതികളുണ്ട്. നമ്മൾ അവകാശപ്പെടും, എനിക്ക് 30 വർഷം കൊണ്ട് അറിയാവുന്ന സുഹൃത്താണ്, എനിക്ക് പുള്ളിക്കാരിയെ നല്ലതായിട്ട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് 25 വർഷം കൊണ്ട് അറിയാവുന്ന സുഹൃത്താണ്, എൻ്റെ കൂടെ കളിച്ച് വളർന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് നമ്മൾ പറയുന്നത്. എൻ്റെ കൂടെ കളിച്ച് വളർന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, എനിക്ക് ഇത്ര വർഷമായിട്ട് അറിയാം. ഈ വർഷങ്ങളുടെ കണക്ക് വേറെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു ശരി, പുള്ളിക്കാരിക്ക് എത്ര വർഷമായിട്ട് അറിയാവുന്നതാണ്, അപ്പം നമുക്ക് വിശ്വസിക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ശരിയായിരിക്കും, അവർ വലിയ കൊള്ളക്കാരോ കൊലപാതകമോ ഒന്നും അല്ലയെന്ന് നമുക്കറിയാമായിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മൾ കാണാത്ത ഒരു മുഖം അവർക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മുഖം നമ്മളുടെ മുമ്പിൽ എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വസ്തുവിൻ്റെ ഷെയറിങ് ഉണ്ടായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ സഹോദരങ്ങളുടെയൊക്കെ രീതികൾ കണ്ടപ്പോൾ എന്നോട് തന്നെ ഞാനങ്ങ് അന്തം വിട്ടുപോയി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരങ്ങളെയൊക്കെ അവർ ജനിച്ചപ്പം മുതൽ കാണുകയാണ്, 50-55 വർഷം കൊണ്ട് കാണുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പെരുമാറാൻ അവർക്കൊക്കെ അറിയാവോ? ഞാൻ അന്തം വിട്ടുപോയി, ഇപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നവർ അവരോടായിരുന്നു, എനിക്ക് അച്ഛനേക്കാൾ അടുപ്പം അവരോടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖമാണ് അവർ കാണുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും. ചിലപ്പം നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ വേറൊരു മുഖം കണ്ട ചിലരുടെ നന്മയുള്ള മുഖങ്ങളും നമ്മൾ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം കാണും. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പല ആൾക്കാർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും ഇത് വലിയൊരു ഷോക്കായിരിക്കും കുറച്ച് നാളത്തേക്കെങ്കിലും. ഇവരിങ്ങനെയായിരുന്നോ എന്നുള്ളത്. അതിൽ ഷോക്കാകേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയുന്ന ആ ഒരു മെസ്സേജ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും ഷോക്കായിട്ട് തോന്നത്തില്ല. ഇവർക്കും 10 മുഖമുണ്ട്, ഇവർക്കും 10 മുഖമുണ്ട്. ശരി, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ഇത് 10 മുഖമുള്ളവരാണ്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും 10 മുഖമുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഇത് ഇപ്പോൾ ഒരാൾ വേറെ രീതിയിൽ പെരുമാറിയാൽ ഇത് അവൻ്റെ മറ്റേ മുഖം എന്ന് നമ്മൾ അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ ഈസിയാണ്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കും, നമുക്ക് ചുറ്റും കാണുന്നവർ നമ്മൾ കാണുന്ന ആൾക്കാരാണ് എന്ന് വിചാരിക്കും. അത് തെറ്റാണ്. ഇപ്പോൾ നമ്മളൊരു പച്ചവെള്ളത്തിലോട്ട് തേയില ഇട്ടെന്ന് വിചാരിച്ച് അവിടെ കളറൊന്നും മാറത്തില്ല. ചൂടുവെള്ളത്തിലോട്ട് ഇടുമ്പോഴാണ് തേയിലയുടെ കളറ് വെളിയിലോട്ട് വരുന്നത് എന്ന് പറയുന്നത് പോലെ സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരുടെയും സ്വഭാവം പുറത്തോട്ട് വരുന്നത്. പണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കലാഭവൻ്റെ ഈ മിമിക്സ് പരേഡിൻ്റെ കാസറ്റ് വരുമ്പം ദേഷ്യം വരാത്ത ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുണ്ട്, എന്തുകൊണ്ടാണ് ചേട്ടാ ദേഷ്യം വരാത്ത, എന്തുകൊണ്ടാണ് ദേഷ്യം വരാത്തതെന്ന്. അവസാനം ഈ അവതാരകൻ്റെ ചോദ്യം കേട്ട് അയാൾ തിരിച്ച് ദേഷ്യപ്പെടുന്നതായിട്ടുണ്ട്. എന്ന് പറഞ്ഞത് പോലെ നമ്മളോട് അവരുടെ ആ മുഖം എടുക്കേണ്ട സാഹചര്യം വന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരിക്കലും എൻ്റെ വേറൊരു സുഹൃത്ത് ഇതുപോലെ പറഞ്ഞു, ഒരു മനുഷ്യന് ആ സുഹൃത്തിനോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. ഞാൻ മര്യാദയുടെ പര്യായമായിട്ട് കാണുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അയാൾ അങ്ങനെ പെരുമാറിയോ എന്നെനിക്ക് പക്ഷേ ആ സുഹൃത്ത് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം ഞാനത് വിശ്വസിച്ചു. അപ്പോൾ ഞാൻ പറയുന്ന ഏത് പാതിരാത്രി വേണമെങ്കിലും പുള്ളി നല്ല മനുഷ്യനാണ്, അത് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ സുഹൃത്തിനോട് അങ്ങനെയല്ല പെരുമാറി. അപ്പോൾ ഓരോ രീതിയിലാണ് ഓരോ മനുഷ്യർ പെരുമാറുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരാളെ അസസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലൊക്കെ പറ്റുന്ന വേറൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രീതിയിൽ മറ്റുള്ളവർക്ക് റെഫറൻസ് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് 30 വർഷമായിട്ട് അറിയാം, എനിക്ക് 25 വർഷമായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ മറ്റുള്ളവരുടെ അടുത്ത് പറയും, എനിക്കറിയാവുന്നതാണ്, അവർ ദൈവവിശ്വാസികളാണ്, അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു റെഫറൻസ് കൊടുക്കും. കല്യാണം ആലോചിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകൾ ബിസിനസ്സൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറ്. എന്ന് വിചാരിച്ച് നമുക്ക് അനുഭവമുള്ളത് നമ്മൾ പറയുക, അല്ലാതെ ഇനി അവരുടെ വേറൊരു മുഖം നിങ്ങളോട് എടുക്കുമായിരിക്കുമെന്ന് നിങ്ങൾ പറയണ്ട. ഞാൻ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിസ്റ്റർ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി നടത്തിയിരുന്നു. അപ്പോൾ എനിക്ക് സുഹൃത്തിനെ കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്, ആ കുട്ടിയും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അയാൾ കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിച്ചപ്പോൾ ഞാനും
പറഞ്ഞ് 100% വിശ്വസിക്കാം. മാത്രമല്ല ഒരു ഭയങ്കര ദൈവവിശ്വാസികളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ പറയും ദൈവം മേളിലിരുന്ന് കാണുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, എല്ലാവരോടും കരുണയോട് പെരുമാറണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ വേറൊരാളുടെ പൈസ മേടിക്കുമ്പോൾ ദൈവം കാണുമെന്ന് അവർ വിചാരിച്ചില്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ 10-12 ലക്ഷം കൊണ്ട് അവർക്ക് കൊടുക്കുകയും എൻ്റെ വാക്ക് വിശ്വസിച്ച് അപ്പോൾ കൊടുക്കുകയും അതിനുശേഷം അയാളോട് പൈസ കൊടുത്തില്ലെന്ന് മാത്രമല്ല അയാളെ കൊണ്ടുപോയില്ല, അയാളോടൊരു നല്ല വാക്ക് പോലും പറയാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ കാണാത്ത മുഖങ്ങളും ഉണ്ട്. നമ്മൾ ഇങ്ങനെ അന്ധമായിട്ടൊരാളെ വിശ്വസിച്ച് നമ്മൾ റെഫറൻസ് കൊടുക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഒരിക്കൽ ഏതോ ഒരു സിനിമ കേട്ടോ, അത് എനിക്കിപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കും അതേ സിനിമയാണെന്ന് നോക്കണോ. ഏതോ ഒരു സിനിമയിൽ മീനയാണ് അതിലെ ക്യാരക്ടർ, റഹ്മാനാണോ എന്നറിയത്തില്ല. ആ മൂവി എനിക്ക് ഫുള്ളായിട്ട് കണ്ടതായിട്ട് ഓർമ്മയില്ല. പുള്ളി അതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതിൽ മകൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഓക്സിജൻ ട്യൂബ് പോയി ഈ അമ്മ റിമൂവ് ചെയ്യുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ചിലപ്പോൾ ഈ സീൻ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരിക്കും, ആ മൂവി എന്താണെങ്കിൽ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ ആത്മാർത്ഥ സുഹൃത്തും മോനും എന്തോ അപകടത്തിൽപ്പെടുകയും, അപ്പം അപകടത്തിലല്ല മോൻ്റെ പേരിൽ എന്തോ ഒരു കുറ്റമുണ്ട്. അപ്പം ഈ സുഹൃത്ത് രക്ഷപ്പെട്ടാൽ മകൻ പിടിക്കപ്പെടും എന്ന് ഭയന്നിട്ട് ഈ അമ്മ മകൻ്റെ സുഹൃത്തിൻ്റെ ഓക്സിജൻ, അതായത് അവനെ കൊല്ലുന്നു, ലിറ്ററലി പറഞ്ഞാൽ കൊല്ലുന്നു. അപ്പോൾ എൻ്റെ ആ സുഹൃത്തിൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ എല്ലാവർക്കും അവനവനാണ് ഏറ്റവും വലുത്, അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് പുള്ളി പറഞ്ഞു. സത്യത്തിൽ പുള്ളി അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളി ആ മെസ്സേജ്, ആ പറഞ്ഞ മെസ്സേജ് ഞാൻ എപ്പോഴും ഓർക്കും. അവനവനാണ് വലുത്, അതിനേക്കാൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിനുവേണ്ടി എന്തും ചെയ്യും. കൊലപാതകമല്ലേ ചെയ്തത് അതിൽ. അപ്പോൾ അതിനുവേണ്ടി മനുഷ്യർ എന്തും ചെയ്യും. ആ സത്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് മുഖങ്ങളുണ്ട്. ചില ഭയങ്കര ക്രൂരന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ നല്ല മുഖവും കാണും. അതുകൊണ്ട് കാണാത്ത മുഖങ്ങളെല്ലാം ചീത്ത മുഖമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എപ്പോഴും ആൾക്കാർ പറയുന്നത് ഞാനത് പ്രതീക്ഷിച്ചില്ല, അതിൽ നിന്ന് എൻ്റെ സ്വന്തം സഹോദരനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല, എൻ്റെ സഹോദരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, കളിച്ച് വളർന്നവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, എൻ്റെ നാട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഇതൊന്നുമില്ല. അവരവർക്ക് അവരവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളുടെ മറ്റൊരു മുഖം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. വന്നോട്ടെ, ചെയ്തോട്ടെ. പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഒരുപാട് മുഖങ്ങളുള്ളതാണ്. പിന്നെ നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ നല്ലതാ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ടും അയാളുടെ കാണുന്ന മുഖം അതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ചില ആൾക്കാരെ നമ്മൾ അത് തരികിട പാർട്ടിയാ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് അവരുടെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് തരികിടയാണെന്നേ ഉള്ളൂ. അവനിലും ഒരു നന്മയുള്ളവരുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരിലും നന്മ ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. എല്ലാ മനുഷ്യരിലും ഒരു നന്മയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പല മുഖങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ എല്ലാവരുമായിട്ട് നമുക്ക് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. താങ്ക് യു.